അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് അങ്ങ് കാനഡയിലാണ്. കാനഡയിൽ ഒരു സാധാരണ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന നമ്മുടെ നടൻ ടോം, പിന്നെ ആ ചുറ്റുപാടിൽ കാണിക്കുന്ന ടോമിൻ്റെ കൂട്ടുകാരൻ റിക്കി, പിന്നെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് കഥ തുടങ്ങുന്നത്. ആ കഥ തുടങ്ങുന്നതിലേക്ക് നമ്മുടെ കഥയിലെ നായിക ലോറ ഇതേ സമയത്ത് തന്നെ ഒരു പട്ടിക്കുട്ടികളെയും കൊണ്ട് കളിപ്പിച്ചുകൊണ്ട് ഒരു പാർക്കിൽ കിടന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോറയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന ലോറ ഒരു പട്ടിക്കുട്ടികളെ സ്നേഹിക്കുന്നതാണ്. പക്ഷെ അല്ല, ലോറ എന്ന് പറയുന്നത് ഒരു ഡോഗ്സിനൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ ലോറയും ലോറയുടെ കൂട്ടുകാർ ജോർജിയുമാണ് ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ റൂം എടുത്താണ് താമസിക്കുന്നത്. ലോറ ഒരുപാട് ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്താണ്, കാരണം ജോലിയൊന്നും ശരിയാതിട്ടില്ല, ചെയ്യുന്ന ഡിസൈനുകളൊക്കെ എല്ലാ കമ്പനികളും റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ്. ഇവരെ കൂടാതെ അവരുടെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരി എന്ന് പറയുന്നത്, ആ കൂട്ടുകാരി ഒരു 2 ആണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ ഡിഗോൾഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കൂട്ടുകാരി കേട്ടോ. അപ്പോൾ ഇവർക്ക് ആ ഒരു ലൈഫും കാര്യങ്ങളൊന്നും അപ്ലൈ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ പോകുന്നത്. ഇതേ സമയം നമ്മുടെ നടൻ, ഒരു സാധാരണ ഒരു ജീവിതം നയിക്കുന്ന നമ്മുടെ നടൻ്റെ അച്ഛനും നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ. മാൻഫ്രെഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാൻഫ്രെഡും മരിയും അവരാണ് നടൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവർ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി, അവർ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്ന നമ്മുടെ നടൻ. നടൻ അങ്ങനെ അഡ്വർടൈസിങ് കമ്പനി നടത്തുന്നു. ഇപ്പോൾ ഒരു അഡ്വർടൈസിങ് കമ്പനിയുടെ ആദ്യത്തെ ഒരു എക്റ്റിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജെറ്റ് പാക്കിൻ്റെ ഒരു ഇതാണ്. ആ ഒരു ജെറ്റ് പാക്കിൻ്റെ ഒരു ഇതിൽ എല്ലാവരും ഫെയിൽ ആവുന്ന ഇടത്തിൽ നടൻ ജോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്ററെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ജെറ്റ് പാക്കിൽ കയറിയിരുന്ന് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലിരിക്കുന്ന നടനും അതേ സമയത്ത് തന്നെ നമ്മുടെ ലോറ ഡിസൈനുകളൊക്കെ നശിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഫാമിലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു വരുന്ന സമയത്താണ് രണ്ടുപേരും അവർ കാണുന്നത്. അപ്പോൾ ലോറയ്ക്ക് ഇങ്ങനെ ജോലിയൊന്നും ശരിയാതാകുമ്പോൾ ലോറ എന്ത് ചെയ്യുന്നു, അവിടെയുള്ളൊരു ഫുഡ് ട്രക്കിൽ ജോബ് വേക്കൻസിയുടെ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പേന തപ്പിയെടുക്കുമ്പോഴാണ് നമ്മുടെ നടൻ ടോമിനെ കാണുന്നത്. അപ്പോൾ ടോം പേന കൊടുക്കുന്നു. പിന്നെ അവർ ലോറയുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും. ബാഗിൽ കുറച്ച് ഡോഗിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും. അത് കാണുമ്പോൾ നല്ല നൈസായിട്ട് മുട്ടാറായിട്ട് അതെന്താ ലിങ്ക് ഏറിയാണെന്ന് ചോദിക്കുന്നു. അപ്പം അല്ല, ഇത് ഞങ്ങളുടെ ഡോഗിൻ്റെ, അപ്പം ഞാൻ ഡിസൈനറാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയല്ലോ ഫ്രസ്ട്രേഷൻ അങ്ങനെ പറഞ്ഞാൽ അവർ കമ്പനിയായി. അവരങ്ങനെ കമ്പനിയാവുന്നു. പിന്നീട് കാണിക്കുന്ന 7 മാസം കഴിഞ്ഞാട്ടോ. അതായത് അവർ റിലേഷനിലായി, അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് അവർ കല്യാണത്തിന് വേണ്ടി അവർ ഫാമിലിയൊക്കെ ഗെറ്റ് ടുഗദർ ചെയ്യുന്നൊരു സീനിലാണ് നമ്മൾ പിന്നെ കാണുന്നത്. ആ ഒരു സീനിൽ കാണുന്നതിൽ അപ്പോൾ അവർ കല്യാണം കഴിക്കാൻ ഒക്കെ റെഡി. അവരുടെ ഫാമിലി, അതായത് നമ്മുടെ മാൻഫ്രെഡും മാരിയും, അതായത് ടോമിൻ്റെ അച്ഛനും അമ്മയും, പിന്നെ റിക്കി ടോമിൻ്റെ കൂട്ടുകാരൻ, പിന്നെ മറ്റേ സൈഡിൽ എന്ന് പറയുന്ന ലോറയുടെ അച്ഛനമ്മയും മഗ്രൂസി, പാപ്പ മഗ്രൂസി, മമ്മി മഗ്രൂസി. അവർ പാപ്പ മമ്മി എന്ന് മാത്രമാണ് പറയുന്നത്. അവരുടെ പേര് പപ്പ മഗ്രൂസി, മമ്മ മഗ്രൂസി. പിന്നെ അവരുടെ ഒരു ബ്രദർ ഉണ്ട് കേട്ടോ. കാരണം ആ ബ്രദറിന് എപ്പോഴും ഒരു ഫ്രസ്ട്രേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക്, അതായത് മഗ്രൂസി ഫാമിലിക്ക് ആദ്യം കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്തൊരു സണ്ണാണ് ഈ ലാൻസ് എന്ന് പറയുന്ന കഥാപാത്രം, അതായത് നമ്മുടെ ലോറയുടെ ചേട്ടൻ. പക്ഷേ പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഡോപ്റ്റഡ് സണ്ണാണെന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും പുള്ളിയുടെ ഒരു വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ലോറയ്ക്ക് ചേട്ടന് ഭയങ്കര കാര്യം കേട്ടോ. എന്നാലും അവരത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ പോകുന്നു, ഇവർ സംസാരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഫാമിലി ബഹാമസിൽ വെഡ്ഡിങ്, ഒരു നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള അവരുടെ ഡ്രീം വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അവർ ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ബഹാമസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ റിക്കി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടോമിൻ്റെ കൂട്ടുകാരൻ ഭയങ്കര കളിക്കാരനാണ് കേട്ടോ. ഇങ്ങനെ എവിടെയും എയറോപ്ലെയിനിൽ വെച്ച് ആദ്യം നമ്മുടെ ജോർജി, അതായത് നമ്മുടെ ലോറയുടെ കൂട്ടുകാരിനെ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു. അത് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് അപ്പുറത്തിരുന്ന് അമ്മച്ചീനെ കൊണ്ടുപോയി നൈസായിട്ട് ഡിഗോൾഫിക്കേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു കളിക്കാരൻ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് അപ്പോഴാണ് ഇവർ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അതായത് ഇവർ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ബഹാമസിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തു. അതായത് വെതർ ശരിയല്ലാത്തതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തു. ഇവർക്ക് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ലാൻഡിങ് വേണം. ആ ലാൻഡിങ് എന്ന് പറയുന്നത് ജമൈക്കയിലാട്ടോ. കരീബിയനിൽ തന്നെ ബഹാമസിലേക്ക് പോകേണ്ടവർ ജമൈക്കയിലേക്ക് പോകുന്നു. അപ്പോൾ ജമൈക്കയിൽ ഇവർ ലാൻഡ് ചെയ്യാൻ പോകണം. ഇവർ ബുക്ക് ചെയ്ത് കല്യാണം ഒക്കെ പ്ലാൻ ചെയ്ത് ബഹാമസിലായിരുന്നു. അപ്പോൾ അവർക്ക് ബഹാമസിലെ കാര്യങ്ങളൊന്നും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ജമൈക്കയിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് സഡനായിട്ട് ലാൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ലാൻഡ് ചെയ്തതിന് ശേഷം ഇവർക്ക് അവിടെ
ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഗൈഡിനെ കിട്ടും കേട്ടോ. ഗൈഡിന് അതായത് ജമൈക്കയിലെ തന്നെ ഒരു നേറ്റീവായിട്ടുള്ള ഒരു ഗൈഡിന് കിട്ടുകയാണ്. ആളൊരു വൈറ്റാണ്, നീഗ്രോ അല്ല, വൈറ്റാണ്. പുള്ളി കുറച്ച് കഞ്ചാവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് പുള്ളി തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട് വേണം, അതായത് മീൻസ് കഞ്ചാവ് വേണോ അല്ലെങ്കിൽ പെമ്പിളർ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയാണ്, ഞങ്ങൾക്ക് ഇതുപോലെ കല്യാണത്തിന് വന്നാണെന്ന് പറഞ്ഞപ്പോൾ ആ പോട്ടർ എന്നിട്ടും കൊണ്ടുപോയത് ഹെഡോണിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിലെ റിസോർട്ടിലേക്കാട്ടോ. അപ്പോൾ റിസോർട്ടിലേക്ക് കൊണ്ടുപോയി ഇവർ അവിടെ പോയി ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റിസോർട്ടുകാർ ആദ്യം തന്നെ പറയാൻ പോകുന്നുണ്ട് അവരുടെ, അതായത് ആ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ സെഷനൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് ഞങ്ങൾ ആകെ ടയേർഡാണ്. അതായത് നമ്മുടെ ടോമിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, പിന്നെ ടോമും പറയുന്നുണ്ട്, പിന്നെ എല്ലാവരും മാറ്റി മഗ്രൂസിയും പറയുന്നുണ്ട്. എല്ലാവരും മാറ്റി പറയുന്നത് ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ ഭയങ്കര ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത് ടയേർഡാണെന്നൊക്കെ പറഞ്ഞ് ഇവർ അത് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ഓൺ ബോർഡായിട്ട് അടുത്ത ദിവസം രാവിലെ ഇവരിങ്ങനെ കാഴ്ചകൾ കാണാൻ ഇറങ്ങാൻ പോകുന്നു. കറങ്ങാൻ പോയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്ന് നമ്മുടെ ടോമും ലോറയും കൂടി അവിടെ ഇരുന്നിട്ട്, അതായത് ഒരു ബീച്ച് സൈഡിൽ ഇരുന്നിട്ട് ചെറിയൊരു കഫേ പോലുള്ളടത്ത് ഇരുന്ന് ഒരു കേക്ക് കഴിക്കാം. അപ്പോൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടോം പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരു പെൺകുട്ടി, അതായത് ഒരു പെണ്ണ് ന്യൂഡായിട്ട് നടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ ടോം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോറ പെട്ടെന്ന് എന്താണെന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ അറിയാലോ സാധാരണ ഒരു പെൺകുട്ടി അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഏറെങ്കിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്, അതുപോലെ തന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതായത് നമ്മുടെ നടൻ പറയും, ടോം പറയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് തോന്നുന്നു, അതായത് ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള ജമൈക്കൻസ് ആയിരിക്കും, അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ നടക്കുന്നത്, അപ്പോൾ നമുക്കിതുപോലെയുള്ള വേറെ ആരെയും കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പിന്നെ പൂളിൽ മൊത്തം ന്യൂഡായിട്ട്, പിന്നെ അവിടെ കുളിക്കാൻ വരുന്നതൊക്കെ ന്യൂഡായിട്ട്, അങ്ങനെ അപ്പോൾ അവർക്ക് സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അവരിത് പോകുന്നു. പിന്നെ ഇവരെ അച്ഛനും, അതായത് നമ്മുടെ ലോറയുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഭയങ്കര ജോളി ടൈപ്പ് കേട്ടോ. അപ്പോൾ അമ്മയതെ അച്ഛനും അതെ, മഗ്രൂസിയും പപ്പ മഗ്രൂസിയും മമ്മ മഗ്രൂസിയും ഭയങ്കര ജോളി ടൈപ്പാണ്. അപ്പോൾ ഒരു കാട്ടി കൂടെ, അതായത് നമ്മുടെ മഗ്രൂസി മമ്മ മഗ്രൂസി, പിന്നെ കൂടാതെ തന്നെ മാരി, അതായത് നമ്മുടെ ടോമിൻ്റെ അമ്മയും കൂടി ഇവർ പോകട്ടോ. പോകുന്ന സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യണ പോലും അവർ ഒരു സന്തോഷത്തോടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അവരുടെ ഒരു വേ ഓഫ് ബിഹേവിയർ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മാൻഫ്രെഡ്, അതായത് ടോമിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണ്. പൂളിൽ പോയിരുന്നാൽ പോലും ബിസിനസ്സിൽ, അതായത് നമ്മുടെ ട്രേഡിങ്ങിലും മാർക്കറ്റിംഗ് ഇങ്ങനെ പോകുന്നുണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗൈഡ് പുള്ളീനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് അവിടെ ഒരു പൂളിൽ മറ്റൊരു പെൺകുട്ടിയും പുള്ളീനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു സംശയം തോന്നുന്നു. പിന്നെ ഇവർ 4 പേര്, അതായത് നമ്മുടെ ലോറയുടെ കൂട്ടുകാരി ജോർജിയ, പിന്നെ ലോറയുടെ അമ്മ, ടോമിൻ്റെ അമ്മ, ഇവർ 4 പേര് കൂടി ബീച്ചിൽ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഒരു മസാജിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ മസാജിങ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ മസാജിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ മസാജിങ് ബുക്ക് ചെയ്തിട്ട് ഇവർ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് നമുക്ക് നല്ലൊരു ബലമുള്ളൊരു മസാജൊക്കെ ചെയ്താലാണ്, ഭയങ്കര ടയേർഡാണ്, അപ്പോൾ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിലുള്ള ഒരാൾ മസാജ് ചെയ്യുകയെന്ന് പറയുമ്പോഴാണ് ദേടാ വരുന്നു നമ്മുടെ 4 ഗടാഗടിയന്മാരായിട്ടുള്ള നീഗ്രോകളുടെ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ. നല്ല പൊക്കം, നല്ല വണ്ണം, നല്ല ബലിഷ്ടമായിട്ടുള്ള 4 പേരിങ്ങനെ നടന്നു വന്നു. അപ്പോഴത്തേക്ക് ഇവരുടെ കിളി പകുതി പോയി. കാരണം ഇവർ വിചാരിച്ച്, ഒരു വെറുതെ പറഞ്ഞാണെങ്കിൽ ഇവരിങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ ഇവരിങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടെ മസാജ് ചെയ്തുകൊണ്ട് തുടങ്ങുമ്പോഴേ ഇവർക്ക് കുറച്ച് മന്തികേട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് ഒരു നൈസായിട്ട് ഒരു മസാജ് ഇങ്ങനെ ഓരോ രീതിയിൽ പോയി തുടങ്ങുമ്പോഴേ ഇവർ ചോദിക്കും എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഫുൾ പാക്കേജാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാവരും പുറത്തേക്ക് ആടും. അതിൽ പ്രേയുടെ അമ്മ മാത്രം കുറച്ച് എന്തൊക്കെയോ സന്തോഷമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടോ. ഇങ്ങനെ പോയി പുറത്തേക്ക് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇവർക്ക് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അതൊരു സ്വിംഗ് റിസോർട്ടാണ്. സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വന്ന് ഈ ആണുങ്ങളായാലും ഇപ്പോൾ കപ്പിൾസ് കൈമാറുന്നത് അല്ലെങ്കിൽ കപ്പിൾസ് സ്വാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാവുന്നുള്ള രീതിയിലുള്ളതാണ് സ്വിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിംഗ് റിസോർട്ടാണത്. ഇവർക്കത് മനസ്സിലായി. എന്നിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഹോട്ടലിലെ പോളിസിയിൽ ഇതുള്ളതാണ്, ഞങ്ങളിവിടെ നോർമലായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കും, നിങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതാണ് നമ്മുടെ ലോറയുടെ ബ്രദർ വരുന്നത്. ലോറയുടെ ബ്രദർ ഇങ്ങനെ കാര്യം പറയുന്നു. അപ്പോൾ ലോറയുടെ ബ്രദർ ലാൻസ് പറയുന്നു ഇതൊക്കെ ടോമിൻ്റെ കുഴപ്പമാണ്, ടോമാണ് ഇത് അറേഞ്ച് ചെയ്തത്, അപ്പോൾ ടോമാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ടോം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ ടോമിനെ കുറ്റം പറയണം. അപ്പോൾ എന്നിട്ട് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു ഒക്കെ പുള്ളി മാനേജറെ കാണാൻ പോയപ്പം ആദ്യം തന്നെ പുള്ളി കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ മാനേജർ കോട്ട്
വരാൻ പറഞ്ഞു. അപ്പോൾ കോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി കോട്ട് ഊരിയിട്ടു. കോട്ട് ഊരി കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഷർട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഷർട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു എന്നാൽ പാൻറ്റ് വരാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഓരോ കംപ്ലയിൻറ്റ് ഇതുപോലെ എങ്ങനെയാണ് ഞങ്ങൾ ഫാമിലിയാണ്, ഞങ്ങൾ കല്യാണത്തിന് വന്നേക്കുന്നതാണ്, ഇത് ബുക്ക് ചെയ്ത് നേരെയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻറ്റ്. ഇവിടെ അങ്ങനെ മൊത്തം ന്യൂഡാണ്, ഞങ്ങൾക്കിതൊന്നും ശരിയാവില്ല, ഞങ്ങൾ ഇന്നൊക്കെ എക്സ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര മാന്യനാട്ടോ, ഭയങ്കര ജെന്റിൽമാനായിട്ടാണ് പുള്ളി. അപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് ശരിയാവില്ല, ഇത് ഞങ്ങൾക്ക് ശരിയാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളി ഈ ഒരു ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി നമ്മുടെ മാനേജർ പുള്ളി പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇവിടെ സാധാരണയാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്, ഇവിടെ ഉള്ളവരൊക്കെ ഇതിനാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളി എനിക്ക് വന്നപ്പോൾ പുള്ളിയും ഇത്രയും തന്നെ വർത്തമാനം പറഞ്ഞ് നമ്മുടെ മാനേജറോ പുള്ളി ബാൻഡാണ്ട് വർത്തമാനം പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഇത് ഓക്കെ ഇത് തന്നെ അഡാപ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ പോകുക കേട്ടോ. അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവർ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം ആ ദിവസം തന്നെ ഉച്ചയ്ക്ക് അവർ ഒരു ബോട്ടിൽ യാത്രയ്ക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ലാൻസ്, അതായത് ലോറയുടെ ബ്രദർ ഒട്ടും ടോമായിട്ട് അഡാപ്റ്റ് അല്ല. നമ്മരെന്ന് പറഞ്ഞാൽ അവർ മിങ്കിളാവുന്നില്ല. പുള്ളി എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന അങ്ങനെയൊക്കെയാണ്. കാരണം പുള്ളിക്കൊരു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ലോറ ശരിക്കും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ വർത്തമാനമൊക്കെ. അപ്പോൾ ലോറയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതായത് ലാൻസിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അഡോപ്റ്റഡ് ഫാദർ പറയുന്നുണ്ട്, ഇതുപോലെ ഒന്നുമല്ല, നീ ഇതൊക്കെയാണ് ശരിയാണ്, നല്ലവനാണ്, ടോം നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരു ബോട്ട് യാത്രയിൽ പോകണം. കൊണ്ടുപോകണ കാരണം നമ്മുടെ ഗൈഡ്, കഞ്ചാവ് ഗൈഡാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലാൻസ് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്നു. ലാൻസ് ചുറ്റിക്കറങ്ങാൻ പോകുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ലാൻസിനെ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി ഭയങ്കര മാന്യനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഇവരങ്ങനെ കാണുന്നു. ആണുങ്ങളെല്ലാവരും ലാൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും മറ്റേ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ ബോട്ട് യാത്രയ്ക്ക് പോകട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ പെണ്ണുങ്ങൾ അവിടെ നമ്മുടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലുള്ള വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളല്ല, ഒരു ചെറിയൊരു പൂൾ സെറ്റപ്പിലുള്ളതിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കഞ്ചാവൊക്കെ വലിച്ച് അതിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്, അതായത് അമ്മയും മക്കളും കൂട്ടുകാരും ഒക്കെ കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗടാഗടീനായിട്ടെന്ന് നമ്മുടെ ഒരു പുള്ളിയുടെ സെറ്റപ്പൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ആകെ പേടിയായി. പുള്ളി ഇങ്ങനെ വന്ന് ഇവരടുത്ത് നിന്ന് പുള്ളി വന്നത് കണ്ടപ്പോൾ ഇവർ പേടിച്ചു, വേറെ എന്തിനോ വന്നാണെന്ന് അരിച്ച് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് പുള്ളി വന്നൊക്കെ ആദ്യം ഇവരോടൊക്കെ ഇരുന്ന് ഇതിന് ഇപ്പോൾ ഒരു കഞ്ചാവ് പേടിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആദ്യം വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞൊക്കെ കഴിഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, പുള്ളി പറഞ്ഞു ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ചോദിക്കണ വരെ ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, എല്ലാ സമയത്തും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കമ്പനി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് ഇവരൊരു ലൈഫ് എൻജോയ് ചെയ്ത് പോകണം. ആ സമയത്ത് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടോമും കൂട്ടുകാരും ടോമിൻ്റെ അച്ഛനും ലോറയുടെ അച്ഛനും പിന്നെ റിക്കിയും കൂടി മറ്റേ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ പോയല്ലോ. ഗൈഡിൻ്റെ കൂടെ പോയപ്പോൾ ഗൈഡ് കഞ്ചാവൊക്കെ കൊടുത്തു, ഇവർ കഞ്ചാവൊക്കെ വലിച്ചു, അങ്ങനെ ആഘോഷിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഗൈഡ് ഒരു കഥ പറഞ്ഞു, ഇവിടെ ഡോൾഫിൻസ് ഒന്നും ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ പണ്ടൊരു ഡോൾഫിൻ ഇതുപോലെ ഒരു പെണ്ണിനെ ഡിങ്കോൾഫിക്കേഷൻ ചെയ്തിട്ട് ആ പെണ്ണിങ്ങനെ ചത്തുപോയി, അത് കാരണം ഡോൾഫിനൊന്നും പിന്നെ ഇവിടെ ഡോൾഫിൻ ഭയങ്കര ഡേഞ്ചറാണ്, അത് തന്നെ ഇപ്പോൾ ആരെയും വെള്ളത്തിൽ ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ഫിഷിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു ഹമൂർ പോലത്തെ ഒരു ഫിഷിനെ പിടിച്ചു കേട്ടോ. ആ ഹമൂർ പോലത്തുള്ള ഫിഷിനെ പിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ലോറയുടെ അച്ഛൻ ഇങ്ങനെ ഫിഷിനെടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് തട്ടി ടോം വെള്ളത്തിലേക്ക് പോകുന്നു. ആ രംഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു രക്ഷയിലാണ് നമ്മുടെ ഗൈഡ് കഞ്ചാവൊക്കെ കളഞ്ഞ് ഡ്രസ്സൊക്കെ കൂടിയിട്ട് നേരെ എടുത്ത് ചാടി ഇവനെ രക്ഷിച്ചു. ഡോൾഫിൻസൊക്കെ ഓടി വന്നു കേട്ടോ. അപ്പോൾ നല്ല രക്ഷിച്ചു. ഡോൾഫിൻസാണ് അതറിയാലോ, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഡേഞ്ചറൊന്നുമല്ല, നല്ല ഡേഞ്ചറാണ്. അപ്പോൾ അങ്ങനെ രക്ഷിച്ചൊക്കെ കൊണ്ടുവന്ന് ഇവരങ്ങനെ അന്നത്തെ ദിവസം രാത്രി നമ്മുടെ ബാച്ചിലർ പാർട്ടിയുടെ ബാച്ചിലർ പാർട്ടി അല്ല, അവിടെ എപ്പോഴും നൈറ്റ് ക്ലബ്ബുണ്ട്. അപ്പോൾ ക്ലബ്ബിലൊക്കെ പോയി അവിടെ ഇവർക്കൊരു എന്താ പറയുക, ഒരു പില്ലിട്ട് ഒരു ഡ്രിങ്ക് അടിച്ചു തുടങ്ങി കേട്ടോ. അത് റിക്കിയും നമ്മുടെ ടോമുമാണ് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ ലിക്കർ അടിച്ച് അവർ അടിച്ച് കിറങ്ങി ഇവർക്ക് എന്താ ചെയ്യണമെന്നുള്ള ഓർമ്മയൊന്നുമില്ല. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ആ സമയത്ത് തന്നെ നമ്മുടെ ലോറ പറയുന്നത് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്, ഇങ്ങനെ ടോമിനെ കിട്ടിയതൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നു. അതേസമയം ടോം റിക്കിയുടെ കൂടെ, റിക്കി ആളറിയാമല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കളിക്കാരനാണ്. അങ്ങനെ റിക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ പോകണം. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോം എണീക്കണത് എവിടെയാണെന്നറിയോ, ഒരു പെണ്ണ് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കണതിൻ്റെ ഇടയിൽ ആ പെണ്ണിൻ്റെ റൂമിൽ നിന്നാണ് എനിക്കിങ്ങനെ അന്ന എന്നുള്ള ആ പെണ്ണിൻ്റെ പേര് കേട്ടോ. ആ പെണ്ണിങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മൾ ടോമിനിക്കണം. അപ്പോൾ ടോമിന് ഭയങ്കര പേടിയായി, അയ്യോ ഞാൻ എന്തോ തെറ്റ് ചെയ്തല്ലോ, ഞാൻ എൻജോയ് ചെയ്യാൻ വന്നതാണ്, പക്ഷേ ഇതൊന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പെണ്ണിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധമാണെന്നൊക്കെ പറഞ്ഞ് നേരെ ഓടി പോയപ്പോഴാണ് നമ്മൾ ഇന്നലത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിക്കി വെള്ളം അടിച്ച് കോണം തെറ്റി നേരെ കിടക്കുന്നത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലോട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് വിളിച്ചെനിപ്പിച്ച് നീ എൻജോയ് ചെയ്തില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോൾ ഇല്ലില്ല ഞാനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു പെണ്ണിൻ്റെ കൂടെ നിന്ന് പക്ഷേ ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ഫുൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവനെ തന്നെ കൺവിൻസ് ചെയ്യാണ്. പക്ഷെ എന്നാലും റിക്കി പറഞ്ഞ് എൻജോയ് ചെയ്തില്ല, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകട്ടോ. അപ്പോൾ തൊട്ട് നമ്മുടെ ടോമിന് കുറ്റബോധമുണ്ട്, കാരണം ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ എന്നാളൊക്കെ മറന്നിങ്ങനെ പോകണം. അപ്പോഴാണ് നമ്മുടെ എൻ്റെ അമ്മയും ലോറയുടെ അമ്മയും കൂടി ചേർന്നിട്ട്
ടോമിൻ്റെ അമ്മയല്ല, ടോമിൻ്റെ അച്ഛനും അമ്മയും ലോറയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു സെക്സ് കോച്ചിൻ്റെ അടുത്ത് പോകട്ടോ. അപ്പോൾ അവർ അവിടെ പോയിട്ട് എന്തോ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ ഉള്ള ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ജോർജിയയും റിക്കിയും ടോമും കൂടി ഒരു കഫേ സെറ്റപ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് 2 പേര് വിളിക്കുന്നത്. ഇന്നലത്തെ രാത്രി നിങ്ങൾ ഭയങ്കരമായിരുന്നില്ലേ, നിങ്ങൾ ഡീപ്പ് ത്രോട്ട് ആയിരുന്നില്ലേ, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജോർജിയക്ക് ഒരു സംശയമായി. അതായത് റിക്കിയും ടോമും തമ്മിൽ ഗേ ആണോ എന്നൊരു സംശയം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് ആ സംശയം ഇങ്ങനെ ഉണ്ട്, ഇവളിങ്ങനെ കുത്തി ചോദിച്ചു. പക്ഷെ അവരെന്ന് പറഞ്ഞു ഇല്ലല്ല, റിക്കി ഇന്നലെ അങ്ങനെയായിരുന്നു, റിക്കി ആയിരുന്നു, ഞാനല്ല, ടോം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റിക്കി പറഞ്ഞു ഞാനാണ് ടോം അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ജോർജ് ഈ സംശയം പോയി ലോറയുടെ ടോമിയുടെ ബ്രദർ ലാൻസിനോട് പറഞ്ഞു. അപ്പോൾ ലാൻസ് എന്ത് ചെയ്തു, നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ലാൻസിൻ്റെ സൈഡിൽ തപ്പിപ്പോയി. ലാൻസ് ആ ഒരു രീതിയിൽ തപ്പാൻ വേണ്ടി പോയി. അപ്പോൾ ജോർജി എന്ത് തീരുമാനിച്ചു, അതായത് നമ്മുടെ ലോറയുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അത് ഗേ ആണോ സ്ട്രെയിറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി രണ്ടും കഴിഞ്ഞ് നേരെ റിക്കിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് അവർ ഡ്രസ്സൊക്കെ മാറി റിക്കിയുടെ കൂടെ പോയി ആണ് ജോർജിയുടെ അടുത്ത് കണ്ടുപിടിച്ചത്. ജോർജ് ഒരു ബീച്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വെള്ളത്തിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് റിക്കി അടിയിൽ നിന്ന് ഇങ്ങനെ എൻ്റെ വരും. അപ്പോൾ തന്നെ അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കിടക്കുവശം അവർ ഡിങ്കോളിഫിക്കേഷനിലായി എന്ന് ലാൻസിന് മനസ്സിലാവും. അപ്പം ലാൻസ് ഇങ്ങനെ പോകുമ്പോഴാണ് അപ്പോൾ നേരത്തെ നമ്മുടെ ജോയിൻ ചെയ്ത നമ്മുടെ ലോറയുടെയും ടോമിൻ്റെ അച്ഛനും അമ്മമാരും അവർ വേറെ രീതിയിലുള്ള ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് പോയി തുടങ്ങി. അതായത് അവരൊരു സെക്സ് കോച്ചാണ് നടത്തുന്നത്. അവർ ഇതുവരെയായിട്ട് ജീവിതത്തിൽ ചെയ്യാത്ത, അതായത് 5 സെൻസുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് പോയി. അവരങ്ങനെ ആ ഒരു രീതിയിൽ അവർ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊരു സൈഡിൽ നടക്കുന്നു, ഈ ഒരു സൈഡിൽ ഇവരിങ്ങനെ നടക്കുന്നു. ആ സമയത്താട്ടോ നമ്മുടെ ടോമും ലോറയും കൂടിയിട്ട് ഒരു വൈൽഡിൽ, അതായത് ഒരു ഫോറസ്റ്റിൽ അവരിങ്ങനെ പോകുന്നു. ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ വലിയൊരു ഫോറസ്റ്റിന് നടുവിൽ ഒരു കുളം പോലെ ഉണ്ട്. കുളമല്ല, നമ്മുടെ ഈ കല്ലുകളുടെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഇങ്ങനെ ഒരു ഇതിൽ പോകുന്നു. അവിടെ പോയി കുളിച്ച് കഴിഞ്ഞ് അവർ തിരിച്ച് വന്ന് അവർ മൂഡിൽ ഇങ്ങനെ ഒരു ഡിങ്കോളിഫിക്കേഷൻ നടത്താൻ വേണ്ടി റൂമിലേക്ക് വരുമ്പോഴാണ് റൂമിൻ്റെ ഉള്ളിൽ തപ്പി പോയ നമ്മുടെ ലാൻസ്, അതായത് ടോമിനെ കുറിച്ച് വേറെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി പോയ നമ്മുടെ ലാൻസ് ആ റൂമിലുണ്ട്. അവർ ഡിങ്കോളിഫിക്കേഷനൊക്കെ തുടങ്ങാറാകുമ്പോഴത്തേക്കും നമ്മുടെ ലാൻസ് അവിടെ ഒളിച്ചിരിക്കുകയായിരിക്കും സൈഡിൽ. അപ്പോൾ ലാൻസ് പെട്ടെന്ന് തന്നെ അനങ്ങും. അപ്പോൾ അവർ ചോദിക്കും എന്തിനാ അങ്ങനെ ഒളിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലാൻസ് പറയും ഇല്ല, ഇവൻ ശരിയല്ല, ഇവൻ വന്നിട്ട് ഇന്നലെ വേറൊരു പെണ്ണിൻ്റെ കൂടെയാണ്. അപ്പോൾ അതായത് നേരത്തെ നമ്മുടെ ജോർജിയ പറഞ്ഞു ഇല്ല, ടോം ഇന്നലെ വേറൊരു പെണ്ണിൻ്റെ കൂടെ കിടന്നു, ഇവരിങ്ങനെ ഒരു പില്ല് കഴിച്ചിട്ട് ഇവരിങ്ങനെ ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാൻ പോയി, അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ലാൻസിനോട് പറഞ്ഞപ്പോൾ ലാൻസ് അത് നേരെ പോയി എനിക്കൊന്നും സംഭവിച്ചറിയില്ല, എനിക്കറിയില്ല, ഞാനിങ്ങനെ എൻജോയ് ചെയ്തു, പക്ഷേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് എനിക്കപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഭാഗനെ ആയിരിച്ചു. പക്ഷേ ലോറ ഒന്നും കേട്ടില്ല. ലോറയ്ക്ക് ദേഷ്യമായി. കാരണം ലോറ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തൊരു ലൈഫായിരുന്നു. ലോറ അങ്ങനെ അവിടെ നിന്ന് പോയി ഒരു ബീച്ചിൽ പോയി കരയുമ്പോഴാണ് ലാൻസ് പോയി സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ലാൻസിനെ അവൾ ഒരുപാട് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ലാൻസിന് സന്തോഷമൊക്കെ ആയി. അപ്പോൾ ലാൻസ് പറഞ്ഞു എനിക്കിപ്പോഴാണ് സന്തോഷമായി. അപ്പോൾ ലോറയും ഭയങ്കരമായിട്ട് ചേട്ടനെ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ചേട്ടനാണ് രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഇങ്ങനെ ഇതായി. ആ സമയത്താണ് നമ്മുടെ ടോമിന് ആകെ ഒരു ഡിസാറ്റിസ്ഫാക്ഷനായി. കാരണം അവൻ ഒന്നും ചെയ്തിട്ടില്ല, അവനിപ്പോഴാണ് ലൈഫ് എൻജോയ് ചെയ്തത്. ഭയങ്കര നോർമലായിട്ടുള്ള ലൈഫിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വിക്കിയുടെ കൂടെ കുറച്ച് എൻജോയ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവനൊരു തോന്നലുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അന്നത്തെ ദിവസം തന്നെ രാത്രി തിരിച്ചു വരുമ്പോൾ വീണ്ടും വർത്തമാനം പറയാൻ ചെല്ലുമ്പോൾ എനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് ആ റിസോർട്ടുകാരൻ്റെ അടുത്ത് ലോറ ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന് ഇവിടുന്ന് വണ്ടിയൊന്നുമില്ല, ഇന്ന് ഫ്ലൈറ്റും ഇല്ല, നാളെ മാത്രമേ ഫ്ലൈറ്റുള്ളൂ, നാളെ രാവിലത്തേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ കല്യാണം നടത്താനുള്ള കാര്യം നോക്കിയപ്പോൾ ഇല്ല, കല്യാണം നടത്തില്ല, കല്യാണം എനിക്ക് ക്യാൻസൽ ചെയ്തു, കല്യാണം ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് അവളും പോയിട്ടോ. ആ പോകുമ്പോഴാണ് എന്താ പറയുക, അടുത്ത ദിവസം ഈ സമയത്തില്ലേ, അതായത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി അവൾ പോയി. അപ്പോൾ അവൾ മാത്രമാണ് വരുന്നത്, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ടോം വെള്ളമടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോമിൻ്റെ അച്ഛൻ വരും. അതായത് നമ്മുടെ ഒരു മാൻഫ്രെഡ് വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ടോം ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇല്ല, നിൻ്റെ ഡിസിഷനാണ്, നിൻ്റെ ലൈഫാണ്, നീ വേണം, ഞാൻ ഇത്ര നാളും ഞാൻ ബിസിനസ്സാണെന്ന് പറഞ്ഞ് എല്ലാം നടന്നു, ഇപ്പോഴാണ് ഞാൻ ലൈഫ് എൻജോയ് ചെയ്തത്. അതായത് നമ്മുടെ ഇവർ 4 പേരും കൂടിയുള്ള ഒരു കളി ഉണ്ടല്ലോ, ആ കളിയാണ് ഇപ്പോൾ പുള്ളി എൻജോയ് ചെയ്ത്. പുള്ളി ആ ഒരു സെക്സ് കോച്ചിൻ്റെ അടുത്തൊക്കെ പോയി പുള്ളി ആകെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷമം പറയാൻ വേണ്ടിയിട്ട്
നമ്മുടെ ലോറ ചെന്നപ്പോഴത്തേക്കും ആ റൂമിൽ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോമിൻ്റെ അച്ഛനും അമ്മയും ലോറയുടെ അച്ഛനും അമ്മയും പിന്നെ സെക്സ് കോച്ചും എല്ലാവരും കൂടി അവിടെ കിടന്ന് ഒരു ഡിങ്കോളിഫിക്കേഷനും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് ആ ദേഷ്യം കൂടിയായി. പിന്നെ ആ ഒരു ഇതും കൂടി വേണ്ടിയിട്ടാണ് അവൾ എന്തായാലും പോകാമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോയത് കേട്ടോ. അല്ലെങ്കിൽ ഇവരെ കൂട്ടിയിട്ടാണല്ലോ പോകും, കാരണം വന്നത് ഒരുമിച്ചാണല്ലോ. അപ്പോൾ പിന്നെ കല്യാണം നടത്തുന്നില്ല. അപ്പോൾ അവൾ തോന്നുന്നു, പക്ഷെ അവൾക്ക് ആകെ വിഷമമായി ഇവളെ പോയിട്ടു. ഇവളങ്ങനെ വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ടോം 2 എണ്ണമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവളെ പോയി സമാധാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് വണ്ടി കയറി ഓടി. നമ്മുടെ ഗൈഡാണ് കൂടെ പോകുന്നത്, ഗൈഡും റിക്കിയും കൂടിയാണ് കൂടെ പോകുന്നത്. ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ആ സമയത്താണ് നമ്മുടെ ജോർജിയ, ലോറയുടെ കൂട്ടുകാരിയുണ്ടല്ലോ, അവൾ ഇങ്ങനെ കഫേയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കഫേയിലിരുന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തിരുന്ന കുറേ പെണ്ണുങ്ങൾ, അതായത് നമ്മുടെ അന്നയും കുറേ പെണ്ണുങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അന്ന എന്ന് പറയുന്നത് നമ്മുടെ ടോമിന് അന്ന് ഒരു റൂമിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞില്ല, ആ റൂമിലുണ്ടായിരുന്നാണ് അന്ന. അപ്പോൾ അവന്മാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവൻ അടിപൊളിയാണ്, ഇവൻ ഇന്നലെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ നമ്മുടെ കൂടെ വന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഡിങ്കോളിഫിക്കേഷൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആ ഒരു വിഷമം പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഇതാരാന്നറിയാൻ വേണ്ടിയിട്ട് ജോർജ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ ടോം ആട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒന്നും നടന്നിട്ടില്ല, ഇതൊക്കെ തോന്നലായിരുന്നു, ഇവിടെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് നമ്മുടെ ലോറ പോയെന്ന് പറഞ്ഞിട്ട് ജോർജിയ ലോറേനെ വിളിച്ച് പറയും. അതേ സമയത്ത് തന്നെ ടോമും അവിടെ എത്തി. അപ്പോൾ തന്നെ അവർക്ക് ലോറ സമാധാനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോറ എന്ത് ചെയ്തു, വന്നപ്പോൾ തന്നെ ടോമിനെ കെട്ടിപ്പിടിച്ച് അവിടെ ഒരു ഫ്രഞ്ച് ഒക്കെ അടിച്ച് ഒരു കല്യാണത്തിൻ്റെ ഇടയിൽ തിരിച്ചു വന്നു കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ലാൻസ് ഒരു ബീച്ചിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ, അതായത് അവിടെ വെച്ച് തന്നെ ഇവർ ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടിയ ഒരു ആഫ്രിക്കൻ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ പെൺകുട്ടി ഇങ്ങനെ അവൾ ഇങ്ങനെ സ്കേറ്റിംഗ് പോലെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൾഫിൻസ് അവളെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ പുള്ളി പോയി രക്ഷിച്ച് അവർ അവിടെ ബീച്ചിൽ കിടന്നിട്ട് ബീച്ചിൻ്റെ ഇതിൽ കടൽ തീരത്ത് കിടന്ന് കെട്ടിമറിഞ്ഞ് കളിയും കാര്യങ്ങളൊക്കെ അവർ സെറ്റായിട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ റിക്കിയും ജോർജിയും റെഡിയായി. നമ്മുടെ ലോറ ടോമിൻ്റെ കല്യാണത്തിനാണ് വന്നത്. പിന്നെ ഇപ്പോൾ ലാൻസും ഒരു ആഫ്രിക്കക്കാരും കൂടെ ഇല്ല, പിന്നെ അച്ഛനമ്മമാരെല്ലാവരും കൂടി കല്യാണം. അങ്ങനെ മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടി ഒരു സെറ്റപ്പായി. അങ്ങനെ ഇവർ ഒരു കല്യാണം നടത്തി കഴിഞ്ഞ് ഇവരിങ്ങനെ സന്തോഷമായിട്ട് ജമൈക്കയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഈ കഥയുടെ പേര് ദ സിങ്സ് ഓഫ് ദ തിങ്സ്, അതാണ് ഈ കഥയുടെ പേര്. ഇത് ആമസോൺ പ്രൈമിലുണ്ട് കേട്ടോ, റെൻറ്റിലാണുള്ളത്. ഗൂഗിളിൽ അടിച്ചാലും കിട്ടുന്നതായിരിക്കും. താങ്ക് യു.